Today we are moving on to the new portion, that is cluster development schemes. Cluster development schemes-ന് വേണ്ടി നമ്മളുടെ ഗവൺമെൻറ് എന്തെല്ലാം സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ, അതൊക്കെയാണ് ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, വാട്ട് ഇസ് മെൻ ബൈ ക്ലസ്റ്റർ? ഒരു ക്ലസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് എൻ്റർപ്രൈസസ് ലൊക്കേറ്റഡ് വിത്തിൻ ആൻ ഐഡൻറ്റിഫയബിൾ ആൻഡ് നെയ്ബറിംഗ് ഏരിയ പ്രൊഡ്യൂസിങ് ദ സെയിം ഓർ സിമിലർ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. ഒരേ സർവീസസോ അല്ലെങ്കിൽ ഒരുപോലത്തെ സർവീസസും പ്രൊഡക്ട്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഇൻഡസ്ട്രീസ് നിയർ ബൈ ലൊക്കാലിറ്റിയിലുള്ള, അതിനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ക്ലസ്റ്റർ ആയിട്ടുള്ള ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളൊക്കെ ആണെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് ദിസ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. ആൻഡ് ദിസ് ഇസ് അഡോപ്റ്റഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് മൈക്രോ ആൻഡ് സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. MSMEയുടെ കീഴിലാണ് ഇതുണ്ടായിരിക്കുന്നത്. ആൻഡ് ദിസ് സ്കീം ഈസ് അതർവൈസ് കോൾഡ് MSCDP, ദാറ്റ് ഈസ് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇതാണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. ഇനി ഇതിൻ്റെ പർപ്പസ് എന്താ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം? ഫസ്റ്റ് ഇസ് ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ദ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് MSC, ഇങ്ങനെയുള്ള സ്മോൾ ആൻഡ് മൈക്രോ എൻ്റർപ്രൈസിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. അതേപോലെ ടു ആക്സലറേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ക്ലസ്റ്റേഴ്സ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം ക്ലസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ. ദെൻ ടു ഗീവ് സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് സ്കീം. ദെൻ ടു എക്സ്റ്റാബ്ലിഷ് ദ കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സ്. ഇപ്പോൾ MSME പോലെ തന്നെ ക്ലസ്റ്റേഴ്സിനും പല രീതിയിലുള്ള ട്രെയിനിങ്ങും പ്രൊഡക്ഷനും പ്രോസസ്സിങ്ങിനൊക്കെ ഹെൽപ്പ് വേണം. അതിന് വേണ്ടിയിട്ടുള്ള കോമൺ ഫെസിലിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. ഫെസിലിറ്റി സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ ട്രെയിനിങ്ങും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സെൻറ്റേഴ്സാണ്. അതിനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാനും ടീം സ്പിരിറ്റ് ആൻഡ് ടീം വർക്ക് ഡെവലപ്പ് ചെയ്യാൻ. Then to increase the economic efficiency and to provide every other facilities. ഇപ്പോൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിറ്റുകളിൽ പല ആൾക്കാർ ജോലി ഉണ്ടാവും. അപ്പോൾ അവരുടെ ബേസിക് അമെൻറ്റീസ് ആയിട്ടുള്ള ഹൗസിങ്, സ്കൂളിംഗ്, അങ്ങനെയുള്ള അമെൻറ്റീസ് വാങ്ങാനുള്ള സ്ഥലങ്ങൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യലും ഒക്കെ ഇങ്ങനെയുള്ള ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ആൻഡ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രൈസ് ഇൻ എ ക്ലസ്റ്റർ, ഒരു ക്ലസ്റ്ററിൽ ഉൾപ്പെടണമെങ്കിൽ ആ എൻ്റർപ്രൈസുകൾക്കൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സാണ് മെയിൻലി വേണത്? ഫസ്റ്റ്, in order to become a member, there should be similarity or complementarity in the method of production. രണ്ടോ മൂന്നോ ഇൻഡസ്ട്രീസ് അവർ ഒരേ രീതിയിലുള്ള പ്രൊഡക്ഷനാണ്, അല്ലെങ്കിൽ അവരുടെ ഒരേ രീതിയിലുള്ള പ്രൊഡക്റ്റാണ്, അവരുടെ ടെസ്റ്റിംഗ് രീതി ഒന്നാണ്, എനർജി കൺസപ്ഷൻ, പൊല്യൂഷൻ കൺട്രോൾ ഇതെല്ലാം സെയിം ആണെങ്കിൽ they can be an industry in the cluster. Second, to become a member, there should be similar level of technology and level of expertise. ടെക്നോളജി സെയിം ആയിരിക്കണം, അതുപോലെ എക്സ്പെർട്ടൈസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആൻഡ് പ്രാക്ടീസസും ഒക്കെ സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ദ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അമംഗ് ദ മെമ്പേഴ്സ് ഷുഡ് ബി സിമിലർ ആൻഡ് ഓൾസോ സം കോമൺ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി അവൈലബിൾ ടു ദം. അവരുടെ പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങിനും ഒക്കെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസും അതുപോലെ അവർ ഫേസ് ചെയ്യുന്ന ത്രെഡ്സും, ദാറ്റ് ഈസ് അവരുടെ ചാലഞ്ചസും ഒക്കെ ഒരേപോലെ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു കുറച്ച് ഇൻഡസ്ട്രികളെയാണ് നമ്മൾ സിമിലർ പ്രൊഡക്ട്സ് ആണെങ്കിലും നമുക്ക് ആ ഒരു ക്ലസ്റ്റർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് എൻ്റർപ്രൈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി ക്ലസ്റ്റർ. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിലൂടെ നമ്മളിങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് പ്രൊവൈഡ് ചെയ്യുക? സോ മെയിൻലി ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ഓഫ് ടു ടൈപ്പ്, ദാറ്റ് ഈസ് സോഫ്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഹാർഡ് ആക്ടിവിറ്റി. സോഫ്റ്റ് ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മൾ ഹാർഡ് ആക്ടിവിറ്റീസും ഈ MSMEയുടെ മിനിസ്ട്രി ഓഫ് MSME പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഫ്റ്റ് ആക്ടിവിറ്റി ഇൻക്ലൂഡ്സ് കപ്പാസിറ്റി ബിൽഡിംഗ്, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, ടെക്നോളജി അപ്ഗ്രേഡേഷൻ, അങ്ങനെയുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കൊണ്ടുവരണം, അതുപോലെ മാർക്കറ്റ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, അതേപോലെ കപ്പാസിറ്റി ബിൽഡിംഗ്, അവരുടെ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെയാണ് സോഫ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. എന്നാൽ ഹാർഡ് ആക്ടിവിറ്റി ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സ് ലൈക്ക് ദ ക്യാൻറ്റീൻ, റിക്രിയേഷൻ ഏരിയ, ദെൻ റിസപ്ഷൻ ഏരിയ, ഇതെല്ലാം വേണം അല്ലേ ക്ലസ്റ്റേഴ്സിന്. അവിടെയും പല ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിസപ്ഷൻ ഏരിയ വേണ്ടി വരും, റിക്രിയേഷണൽ ഏരിയ വേണം. അപ്പാർട്ട് ഫ്രം ദ വർക്ക് ദേ വോണ്ട് ടു ഗെറ്റ് സം റിലീഫ് ടൈം. അപ്പോൾ ആ റിലീഫ് ടൈം എൻജോയ് ചെയ്യാനുള്ള അവരുടെ റിക്രിയേഷൻ ഫെസിലിറ്റീസ്, ദെൻ അബൌട്ട് ദ ക്യാൻറ്റീൻ, ദ ഫുഡ് ആൻഡ് അമെനിറ്റീസ് അവൈലബിലിറ്റി, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ദിസ് ഹാർഡ് ആക്ടിവിറ്റി. സോ മെയിൻലി ദ ആക്ടിവിറ്റീസ് ബൈ ദി MSME ministry as soft activity as well as hard activity. Soft activity refers to the marketing
marketing facilities, technology upgradation, and the capacity building, while the hard activities involves the construction or establishment of the common facility centers like the common reception area, recreational area, canteens, etc. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു സ്കീം ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുക്കേണ്ടത്? ഫസ്റ്റ് വി വോണ്ട് ടു സെലക്ട് ദ ക്ലസ്റ്റർ. അപ്പോൾ MSMEക്ക് എവിടെയാണോ മെമ്പർ ആവേണ്ടത് അവിടെയുള്ള ക്ലസ്റ്ററിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ആൻഡ് ദെൻ സെലക്ട് ദ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. അതിനുശേഷം നമ്മൾ ആ ക്ലസ്റ്ററിന് വേണ്ടി സ്ട്രാറ്റജിയും അവിടെ ആക്ടിവിറ്റീസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുക, ഇനീഷ്യേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യുക. ദാറ്റ് ഹു വിൽ ബി കോൾഡ് ദ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്. ഫസ്റ്റ് വി വോണ്ട് ടു സെലക്ട് ദ ക്ലസ്റ്റർ, ദെൻ ദ ക്ലസ്റ്റർ development executive need to be selected. Then to make an analysis of the chances of success of operating business units in the area. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, ചാൻസസ് ഓഫ് സക്സസ്. അങ്ങനെ ഒരു ബിസിനസ് യൂണിറ്റ് ആ ഏരിയ വർക്ക് ചെയ്താൽ അത് നല്ലതായിട്ടായിരിക്കും, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുമോ നഷ്ടം ഉണ്ടാവുമോ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം സെലക്ട് ചെയ്താൽ മതി, അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ദെൻ ആൻ ആക്ഷൻ പ്ലാൻ ഇസ് ടേക്കൺ. എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രി വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്, എൻ്റർപ്രൈസ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ള ആക്ഷൻ പ്ലാൻ സ്കെച്ച് ചെയ്യുക അല്ലെങ്കിൽ തയ്യാറാക്കുക. അതേപോലെ പ്രിപ്പയർ ദ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പല രീതിയിലുള്ള ഫെസിലിറ്റി സോഫ്റ്റ് ആക്ടിവിറ്റിയിലൂടെ മിനിസ്ട്രി സപ്പോർട്ട് ചെയ്യും. പക്ഷേ അതല്ലാതെ ഡെയിലി ആക്ടിവിറ്റീസിനുള്ള വർക്കിംഗ് ക്യാപിറ്റലെല്ലാം നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എങ്ങനെയാണ്, ലോങ് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എത്രയ്ക്ക് നമുക്ക് ആവശ്യം വരും, അതെല്ലാം അനലൈസ് ചെയ്യുക. ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ആക്ഷൻ പ്ലാൻ. അപ്പം ആക്ഷൻ പ്ലാനിന് ഒരു ബേസ് കിട്ടിക്കഴിയും. അപ്പോൾ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യും. അതേപോലെ ആക്ടിവിറ്റീസ് എല്ലാം എഫിഷ്യൻ്റ്ലി കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ മാനേജ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിൽ മേജർ സ്റ്റെപ്സ് ആയിട്ട് വരുന്നത്. സോ ഫസ്റ്റ് വി വോണ്ട് ടു സെലക്ട് ദ സെക്ടർ ഇൻ വിച്ച് MSME want to be or MSc want to be a member. Then we want to select the cluster executive officer. Cluster development executive. So we want to select the executive who will manage all the functions regarding the cluster development scheme. Then we want to make an analysis if that will be feasible or not. നമ്മൾ project feasibility നോക്കുന്ന പോലെ തന്നെ cluster feasibility identify ചെയ്യുന്നു. Then we are making an action plan and also studying what are the budget. നമ്മുടെ ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു ഫോർ റിയലൈസിങ് വാട്ട് ഇസ് ദ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, വാട്ട് ഇസ് ദ ലോങ് ടേം റിക്വയർമെൻറ്റ് എക്സെട്ര. Then we will implement the action plan and we will see the functions or monitor the functions and maintain or manage the activities efficiently. ഇങ്ങനെയാണ് ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം പ്രോപ്പറാണ് വർക്കിംഗ് നോക്കുന്നത്. Okay, so what is cluster developments and scheme അത് നമ്മൾ പറഞ്ഞു. Then what are the functions അല്ലെങ്കിൽ what is the objective of cluster development scheme, what are the facilities required for a industry to be a part of this cluster. ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ക്ലസ്റ്ററിൻ്റെ ഭാഗമാകണമെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, അതേപോലെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നത്, സോഫ്റ്റ് ആക്ടിവിറ്റി, ഹാർഡ് ആക്ടിവിറ്റി, ആൻഡ് ഓൾസോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ ഇൻ ദ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീം. ഇത്രയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനിയുള്ളത് the financial assistance from Government of India under the cluster development scheme. ഗവൺമെൻറ് പല രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൺടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്പെഷ്യൽ ഏജൻസീസൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ലൈക്ക് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ദെൻ ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, TCO എക്സെട്ര. അപ്പോൾ അതുപോലെ നമ്മുടെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് സ്കീമിന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസീസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കീംസ് എന്താണ്? സോ ദ ഫസ്റ്റ് വൺ ഇസ് the Pradhan Mantri Mudra Yojana, that is PMMY. Pradhan Mantri Mudra Yojana. Mudra loans എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നിങ്ങൾ ഒന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അറിയാം what is meant by Mudra loans. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്കീമാണ് this PMMY, that is Pradhan Mantri Mudra Yojana. So this is a leading scheme of the Government of India to fund the unfunded. ഇതിൻ്റെ കൺസെപ്റ്റ് പ്രധാൻ മന്ത്രി മുദ്ര യോജനയുടെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഫണ്ട് അൺഫണ്ടഡ്, ഫണ്ട് ഇല്ലാത്തവർക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ മേജർ ഫങ്ഷൻ ഓഫ് ദിസ് പ്രധാൻ മന്ത്രി മുദ്ര യോജന. ഇറ്റ് ബ്രിങ്സ് ദ സ്മോൾ enterprises in the formal financial system and grants affordable credit to them. നമുക്ക് വേണ്ട രീതിയിലുള്ള ക്രെഡിറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള യൂണിറ്റുകൾക്ക് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മേജർ ഫങ്ഷൻ ഓഫ് PMMY. Then for non-firm income generating activities, a small borrower can borrow from all public sector banks like PSU, regional rural banks and cooperative banks, private sector bank, foreign banks, foreign microfinance institutions, non-banking banks, then finance companies, loan up to 10 lakh through the scheme. അപ്പം ഒരു
അഗ്രികൾച്ചർ റിലേറ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ആണെങ്കിൽ, ഫാം റിലേറ്റഡ് അല്ല, അങ്ങനെയുള്ളിടത്ത് നമുക്കൊരു 10 ലക്ഷം വരെ നമുക്ക് ഈ സ്കീമിലൂടെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ്. So this scheme was launched by the Honorable Prime Minister on 8th April 2015 8th April ആണ് ഈ ഒരു സ്കീം നമുക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയത്. 10 lakhോളം നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഫണ്ടിങ് കിട്ടും. Then the Mudra or the Micro Unit Development and Refinance Agencies Limited is a public sector financial institution in India. അപ്പോൾ മുദ്ര ബാങ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുദ്രാന്നിൻ്റെ ഫുൾ ഫോം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫിനാൻസ് ഏജൻസീസ് ലിമിറ്റഡ്. ഇറ്റ്സ് എ പ്രൈവറ്റ് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് ഇറ്റ് ഓഫേഴ്സ് ലോൺസ് ടു ദ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് എ ലോ റേറ്റ്. ഭയങ്കര ലോ റേറ്റിലാണ് അവർ ഫിനാൻസ് കൊടുക്കുന്നത്. NBFCക്ക് ആണെങ്കിലും അതുപോലെ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദീസ് ബാങ്ക്സ് വർക്ക് അണ്ടർ ദസ് പ്രധാൻ മന്ത്രി മുദ്ര യോജന സ്കീം. അപ്പം പ്രധാൻ മന്ത്രി മുദ്ര യോജന സ്കീം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതേപോലെ അതിൻ്റെ ലോണാണ് നമ്മൾ പറഞ്ഞ 10 ലക്ഷത്തോളമാണ് മുദ്ര ലോൺസ് ആയിരുന്നുള്ള പേരിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? സോ എനി ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് എ ബിസിനസ് പ്ലാൻ ഫോർ എ നോൺ ഫാം സെക്ടർ income generating activities such as manufacturing, processing, trading or service sector and whose credit is less than 10 lakh can approach either bank or microfinance institution or non-banking financial companies for availing the Mudra loans under the PMMY. അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഏതൊരു നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് കമ്പനീസ് ആണ്. അപ്പോൾ അവർ മാനുഫാക്ചറിങ്ങോ ട്രേഡിങ്ങോ അതൊക്കെ ആയിരിക്കും അവരുടെ ബിസിനസ്. അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു 10 ലക്ഷത്തിന് താഴെ ലോൺ മാത്രമാണ് എങ്കിൽ അവർക്ക് ഈ പ്രധാനമന്ത്രി സ്കീം യോജനയുടെ ബേസ് ചെയ്തിട്ട് അവർക്ക് ലോൺസ് പ്രൊവൈഡ് ആവും. ദാറ്റ് ഇസ് ദ മുദ്ര loans. That is the eligibility for a Mudra loan. So the types of loans provided by the Mudra is 3 types. 3 type ലോൺ ആണ് മുദ്ര ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ശിശു, കിഷോർ ആൻഡ് തരുൺ. 3 രീതിയിലുള്ള ലോൺസിൻ്റെ പേരാണ് ശിശു, കിഷോർ ആൻഡ് തരുൺ. ശിശു ലോൺസ് കവേഴ്സ് എ ലോൺ അപ് ടു 50,000 പൈസയാണ് ശിശു ലോൺസിൽ നിന്ന് കിട്ടുന്നത്. കിഷോർ ലോൺസിൽ നിന്ന് കൂടെ കിട്ടുന്നത് above 50,000 but up to 5 lakh. And from 5 lakhs to 10 lakh we will get through the Tarun scheme. സോ 3 രീതിയിലുള്ള പ്രൊഡക്ട്സ് ആണ്, 3 രീതിയിലുള്ള ലോൺസ് ആണ് മുദ്ര ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശിശു, കിഷോർ ആൻഡ് തരുൺ. ശിശു ലെസ് ദാൻ 50,000, കിഷോർ 50,000 to 5 lakh and Tarun 5 lakh to 50 lakhs. So they have been called the Shishu, കിഷോർ ആൻഡ് തരുൺ ടു സിഗ്നിഫൈ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. അല്ലേ, എത്രത്തോളം അവർക്ക് ഫണ്ടിങ് വേണോ അതിനനുസരിച്ചാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് എൻഷുർഡ് ദാറ്റ് അറ്റ്ലീസ്റ്റ് 60% ഓഫ് ദ ക്രെഡിറ്റ് ഫ്ലോസ് ടു ശിശു കാറ്റഗറി ആൻഡ് ദ ബാലൻസ് ടു കിഷോർ ആൻഡ് തരുൺ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളൊരു 60% എബോവ് ലോൺസ് പോകുന്ന ശിശു സ്കീമിലാണ്. 50,000 ലോണൊക്കെ വേണ്ടവർ എല്ലാവരും ശിശു ലോൺസിനാണ് മാക്സിമം പോകുന്നതും അതിലേക്കുമാണ്. ആൻഡ് ദർ ഇസ് നോ സബ്സിഡി. ഇങ്ങനെയുള്ള ലോണിന് ഒരു രീതിയിലുള്ള സബ്സിഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. ആൻഡ് ഇഫ് ദ ലോൺ പ്രപ്പോസൽ ഇസ് ലിങ്ക്ഡ് with the local government scheme in which the government is providing capital subsidy, it will be eligible under PMMY also. Okay, അപ്പോൾ ഇതാണ് മുദ്ര. അപ്പോൾ മുദ്ര ബാങ്ക് എന്താണ്, PMMY ലോൺസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇനി ഈ ഒരു ലോൺസ് കവർ ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നോൺ ഫാം ഇൻകം ജനറേറ്റിംഗ് യൂണിറ്റ്സുകളൊക്കെയാണ്. അങ്ങനെയുള്ള സെക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ദ ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്ടർ, കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസ് ആക്ടിവിറ്റീസ്, ഫുഡ് പ്രൊഡക്റ്റ് സെക്ടർ, ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് സെക്ടേഴ്സ്. ഇങ്ങനെയുള്ള ഏരിയാസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു സെക്ടേഴ്സിലേക്കാണ് നമ്മളുടെ ഇങ്ങനെ ലോൺസ് അപ്രൂവ്ഡ് ആവുന്നത്. ലാൻഡ് ട്രാൻസ്പോർട്ട് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാസഞ്ചർ കാർസ്, പിന്നെ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ സ്മോൾ ഗുഡ്സ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്, അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഓട്ടോറിക്ഷ വാങ്ങാനും 3 വീലേഴ്സ് ഈ റിക്ഷാസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലോൺസ് ആയിട്ട്. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് മെഡിക്കൽ ഷോപ്പ്, കൊറിയർ ഏജൻറ്റ്സ്, ഡ്രൈ ക്ലീനിങ്, ദെൻ ടൈലറിങ് ഷോപ്പ്, ഇതെല്ലാം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ബ്യൂട്ടി ഷോപ്പ്, ദെൻ ജിംനേഷ്യം, സലൂൺസ്, അതിനൊക്കെ വേണ്ടി. അതേപോലെ ഫുഡ് പ്രൊഡക്റ്റ് സെക്ടറിലും ഉണ്ട്. കോൾഡ് സ്റ്റോറേജ്, ക്യാൻറ്റീൻ ഏരിയാസ്, ദെൻ ഡേ ടു ഡേ കാറ്ററിംഗ്, ഐസ്ക്രീം മേക്കിംഗ് യൂണിറ്റ്സ്, ബിസ്ക്കറ്റ്, ബ്രെഡ് യൂണിറ്റ്സ്, അങ്ങോട്ട് അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ദിസ് ലോൺസ് ആർ പ്രൊവൈഡഡ്. ദെൻ ഫോർ ടെക്സ്റ്റൈൽ, ഡൈയിങ്, ദെൻ അപ്പാരൽ, നിറ്റിംഗ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വർക്ക്സ്, ട്രഡീഷണൽ എംബ്രോയ്ഡറി, ദെൻ പവർലൂം, ഹാൻഡ്ലൂം, അങ്ങനെയുള്ള സർവീസസിന് വേണ്ടിയിട്ടും നമ്മൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം 4 രീതിയിലുള്ള സെക്ടേഴ്സിനെയാണ് കവർ ചെയ്യുന്നത്. ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ, ദെൻ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് പേഴ്സണൽ സർവീസ് ആക്ടിവിറ്റീസ്, ഫുഡ് പ്രൊഡക്റ്റ് സെക്ടർ ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റ് സെക്ടർ.
ഓക്കെ. സോ ഇത്രയും സെക്ടേഴ്സിന് നമ്മൾ എന്താ ലോൺസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ലോൺ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാട്ട് ഇസ് എ പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് ഫോർ ദിസ് മുദ്ര ലോൺസ്. സോ ഫസ്റ്റ് മുദ്ര ലോൺ ആപ്ലിക്കേഷൻ വേണം. എന്തിനും ഒരു ആപ്ലിക്കേഷൻ വേണം അല്ലേ. അപ്പോൾ ഇതിലും മുദ്ര ലോൺ ആപ്ലിക്കേഷൻ ഇസ് റിക്വയർഡ്. ദെൻ ദ ബിസിനസ് പ്ലാൻ, എന്ത് പ്രൊഡക്റ്റാണ്, ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ വേണം. ദെൻ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ ഹൂ ഈസ് ടേക്കിംഗ് അപ്പ് ദാറ്റ് ബിസിനസ്. ദെൻ ദ പ്രൂഫ് ഓഫ് ഹിസ് റെസിഡൻസ്. ദെൻ ആപ്ലിക്കൻ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്, നമ്മളുടെ ഒരു 6 മാസം മുമ്പുള്ള, അല്ല 6 മാസത്തിന് ശേഷം നമ്മളെടുത്ത ഫോട്ടോസ് ഉണ്ടാവില്ല, അതിൻ്റെ ഒരു 2 കോപ്പി. ദെൻ കൊട്ടേഷൻ ഓഫ് മെഷീനറി, നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാറാണെങ്കിൽ ആ മെഷീനറിക്ക് എത്ര കോസ്റ്റ് ആവും എന്നുള്ളത്. ദെൻ നെയിം ഓഫ് ദ സപ്ലയർ, ആരിൽ നിന്നാണ് നമ്മൾ മെഷീനറി വാങ്ങുന്നത്, അയാളുടെ പേര്, ആ മെഷീനറിയുടെ ഡീറ്റെയിൽസ്, എത്ര പവർ ഉള്ളതാണ്, അല്ലെങ്കിൽ എത്ര ഫ്യൂവൽ കൺസപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വാട്ട് ഇസ് എ പ്രൈസ്, വാട്ട് ആർ ദ ഐറ്റംസ് ടു ബി പർച്ചേസ്. ഒരു മെഷീനറി വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പാർട്സുമാണ്, അതൊക്കെ എന്തൊക്കെ. ദെൻ ദ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ദി അഡ്രസ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ഇപ്പം എൻ്റെ അഡ്രസ്സ്, ഞാനാണ് ഒരു മുദ്ര ലോൺ അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാനൊരു ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര്, അതിൻ്റെ അഡ്രസ്സ്, ദെൻ അതിൻ്റെ ലൈസൻസിൻ്റെ കോപ്പീസ്, ദെൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മോഡ് ഓഫ് ഓണർഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ആൻഡ് ഓൾസോ ദ പ്രൂഫ് ഓഫ് കാറ്റഗറി, ഞാൻ SC SC ഓർ മൈനോറിറ്റി കാറ്റഗറിയിലാണോ അതോ OBC കാറ്റഗറിയിലാണോ, എന്തെങ്കിലും റിസർവേഷൻ കിട്ടും. അപ്പോൾ അതെല്ലാമാണ് നമ്മളൊരു പ്രൊസീജിയർ, നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോം വേണം, പിന്നെ ബിസിനസ് പ്ലാൻ, പ്രൂഫ് ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ ഹൂ ഈസ് taking up that loan, then the proof of residence of that person, the applicant, that is the person's recent photograph within the 6 months, then the quotation of the machineries to be purchased, what is the name of the supplier and details of the machinery, the price of the machinery and the items to be purchased in total, then the identity of the place or the business, its relevant copies like the license, the registration, the ownership, etc. And also the proof of category, SC ആണോ ST ആണോ OBC ആണോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ലോണിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ. സോ പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തായിരിക്കും ഇതിൻ്റെ ബെനിഫിറ്റ്? നമുക്ക് പ്രോസസ്സിങ് ഫീ ഇല്ല. നമ്മുടെ ബാക്കി ഏത് ലോൺസ് ആണെങ്കിൽ അതിന് പ്രോസസ്സിങ് ഫീ നമുക്ക് ഈടാക്കുന്നതായിരിക്കും. പക്ഷേ മുദ്ര ലോൺസിൽ ഒരു രീതിയിലുള്ള പ്രോസസ്സിങ് ഫീ ഈടാക്കില്ല. ദെൻ നോ കൊലാറ്ററൽ ഈസ് റിക്വയർഡ്, നമ്മൾ വേറെ ഒന്നും പ്ലഡ്ജ് ചെയ്ത് വെക്കേണ്ട, നമ്മുടെ ഗോൾഡോ ലാൻഡോ ഒന്നും പ്ലഡ്ജ് ചെയ്യേണ്ട മുദ്ര ലോൺസ് കിട്ടണമെങ്കിൽ. പക്ഷേ ബാക്കി എന്ത് രീതിയിലുള്ള വെഹിക്കിൾ ലോൺസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ലാൻഡോ പ്രോപ്പർട്ടിയൊക്കെ വെക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ദെൻ റീപേയ്മെൻറ്റ് ഇസ് അപ് ടു 5 years, നമുക്ക് 5 വർഷം കൊണ്ട് റീപേ ചെയ്താൽ മതി. ദർ ഇസ് എ ഫെസിലിറ്റി. ദെൻ ആപ്ലിക്കൻ ഷുഡ് നോട്ട് ബി എ ഡിഫോൾട്ടർ ഓഫ് എനി ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ നമ്മൾ വേറൊരു ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് അടയ്ക്കാത്ത ഒരാളാവരുത്, ഡീഫോൾട്ടർ ആവരുത്. ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മുദ്ര ലോൺസ് അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് what is meant by cluster development scheme, then what are the objectives, what are the features of the enterprise, പിന്നെ classification ആണ് പറഞ്ഞ 2 soft activity, hard activity. And next we have discussed what is the financial assistance provided. അതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് മുദ്ര ലോൺസ് അല്ലെങ്കിൽ പ്രധാൻ മന്ത്രി മുദ്ര യോജനയാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയുള്ളത് ദ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ആണ്. ദിസ് ഇസ് അനദർ financial assistance given by the Government of India. The Government of India has initiated several measures and provided incentives to promote the industrial development. അപ്പോൾ അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് ദിസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ബൈ ദ ഇയർ 1955, ഫസ്റ്റ് ടൈം ഇൻ രാജ്കോട്ട് ഇൻ ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ആദ്യമായിട്ട് 1955 ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് വന്നത്. അപ്പോൾ അവിടെയും ലോൺസും ഗ്രാൻസും സബ്സിഡീസ് ആയിട്ടെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കും. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കും എല്ലാ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ പ്ലാനിങ്, ഡെവലപ്മെൻറ്റ്, മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗിവൻ ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ദ ഗീവ് അസിസ്റ്റൻസ് ടു ദ ഡെവലപ്മെൻറ്റ്, പ്ലാനിങ് ആൻഡ് മെയിൻ്റനിങ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്. ആൻഡ് ദിസ് വാസ് ഫസ്റ്റ് സീൻ ഇൻ 1955 in Rajkot and Gujarat. And industrial estate എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? It is a place where the government provides the required facilities and factory accommodation to the entrepreneurs to establish their industries. Industrial estates എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഗവൺമെൻറ് കൊടുക്കും. ഇപ്പോൾ ഒരു ഓൺടർപ്രണർ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ മൊത്തം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. സോ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് ടൂൾ ബിക്കോസ് നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നത്. അപ്പോൾ അത് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് കൊണ്ട്. സം ഓഫ് ദീസ് ആർ
or it is known, this industrial estates are named by different names in different parts of the country, like the region, industrial park, IT പാർക്കൊക്കെ കേൾക്കാറുണ്ടല്ലോ. സോ ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ ഏരിയ, ഇൻഡസ്ട്രിയൽ സോൺ എക്സെട്ര. ഇങ്ങനെ പല പേരിലാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിനെ അറിയപ്പെടുന്നത്. There is a definition given. Industrial estate is a tract of land which is subdivided and developed according to the comprehensive plan for the use of community of industrial enterprises. Industrial enterprisesന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാനാണ്. ഒരു ലാൻഡിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതിനാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. യു ക്യാൻ ഗിവ് എനി ഡെഫിനിഷൻ. നിങ്ങളുടെ സ്വന്തം വേർഡ്സിലാണെങ്കിലും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ മുദ്ര ഒരു സ്കീം അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവ്, ഒരു സപ്പോർട്ടാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും ഒരു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. സോ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്? മുദ്ര ലോൺസ് പോലെ വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്? ഫസ്റ്റ്, ടു എൻകറേജ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. നമ്മുടെ കൺട്രിയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, ബിക്കോസ് ദ ഓൺടർപ്രണേഴ്സ് വിൽ ബി പ്രൊവൈഡ് വിത്ത് ദ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി. They just want to invest the money and start the business. അപ്പോൾ അങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ യൂണിറ്റ്സുകളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, പിന്നെ നമുക്ക് റൂറൽ ഏരിയാസിനും ബാക്ക്വേർഡ് ഏരിയാസും ഡെവലപ്ഡ് ആവാൻ, എല്ലാ ആൾക്കാരും അർബൻ ഏരിയാസിലേക്ക് മാറും. അപ്പം അങ്ങനെ പോവാതെ റൂറൽ ഏരിയാസിൽ തന്നെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ അക്കോമഡേഷൻ ഫെസിലിറ്റി ഓൺടർപ്രണേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ടു എൻകറേജ് ദ ആൻസിലറി യൂണിറ്റ്സ് ഇൻ സറൗണ്ടിങ് ഓഫ് മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. വലിയ മേജർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നതിന് ചുറ്റുപാടുമൊക്കെ ചെറിയ ചെറിയ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടാൽ അവിടെ ആൻസിലറി യൂണിറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യും. ആൻസിലറി യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ള റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ദേ പ്രൊവൈഡ് ദി ഇൻസെൻറ്റീവ്സ്, ഗ്രാൻസ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ സ്കെയിൽ ഫിനാൻഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻസും ഇൻസെൻറ്റീവ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും അങ്ങനെയുള്ള MSMEസിനൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഇതൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ്, പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. നമ്മളിവിടെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞില്ലേ, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ കൂട്ടാൻ വേണ്ടി അല്ലേ, കൂടുതൽ ആൾക്കാർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ, അഗ്രേറിയൻ കൾച്ചറിൽ നിന്ന് പതുക്കെ ഇൻഡസ്ട്രിയൽ കൾച്ചറിലേക്ക് മാറാൻ വേണ്ടി. ആൻഡ് ഓൾസോ ടു സെപ്പറേറ്റ് ദ പ്ലോട്ട്സ് ആൻഡ് ഷെഡ്സ്. അപ്പോൾ എൻറ്റയർ ഏരിയ പല പല ഭാഗങ്ങളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മൊത്തത്തിലല്ല ഒരു ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നത്, പല പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, പല പല പ്ലോട്ട്സ് ആൻഡ് ഷെഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല ആൾക്കാർക്കായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റീജിയണൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. റൂറൽ ആൻഡ് അതേപോലെ ബാക്ക്വേർഡ് ഏരിയാസിനെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് അവർക്ക് വർക്കിങ്ങിന് ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, കുറേ ആൾക്കാർക്ക് ജോലിയായിരിക്കും കൊടുക്കുന്നത് അല്ലേ. കുറേ ആയിട്ടുള്ള യൂത്തിന് ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് കൊണ്ട് പ്രൊവൈഡഡ് ആവുന്നത്. ആൻഡ് ഓൾസോ പ്രൊവൈഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ, ദ ക്ലസ്റ്റർ ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഒരു ലാൻഡിനെ പല പല ഭാഗങ്ങളാക്കി പല പല ആൾക്കാർക്ക് പല പല ഓൺടർപ്രണേഴ്സിന് കൊടുത്തേക്കുക. അപ്പോൾ പല രീതിയിലുള്ള ബിസിനസ്സുകളും ആയിരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസായിട്ട്. അപ്പോൾ ഒരു ക്ലസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ഫോം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിഫറെൻറ്റ് സൈസസ്, സ്മോൾ, ലാർജ്, മീഡിയം, അങ്ങനെ പല സൈസിനനുസരിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഡെവലപ്മെൻറ്റും കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. അപ്പം സെക്കൻഡ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ദേ ആർ പ്രൊവൈഡഡ് ഫോർ ദി ഓൺടർപ്രണേഴ്സ് ലൈക്ക് ദ ഫ്രീ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. സോ ദ ഓൺടർപ്രണേഴ്സ് ജസ്റ്റ് വാണ്ട് ടു ഡു ദ ബിസിനസ് ആൻഡ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഔട്ട് ഓഫ് ദാറ്റ്. ഇനിയുള്ളത് വാട്ട് ആർ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. എത്ര ടൈപ്സ് ആണ് നമ്മൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് കാണുന്നതെന്ന്. അത് പല പേരൊക്കെ പറഞ്ഞല്ലേ, പാർക്കെന്നും സോണെന്നും എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ broadly classify the industrial estates into three. That is function based, organization setup based and other variants. നമുക്ക് ഫങ്ഷൻ ബേസ് ആദ്യം ക്ലാസിഫൈ ചെയ്യാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ. ഫങ്ഷൻ ബേസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് ടൈപ്പ് ഇസ് ജനറൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ജനറൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ദാറ്റ് ഈസ് ദേ കംപ്രൈസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഇൻഡസ്ട്രീസ്. മിക്ക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ഒരു ജനറൽ ടൈപ്പ്, അതിനകത്ത് പല രീതിയിലുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടാവും. പിന്നെയുള്ളത് സ്പെഷ്യൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. സ്പെഷ്യൽ ആക്ടിവിറ്റി മാത്രം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കാം ഒരു
യൂണിറ്റ് റൺ ചെയ്യുന്നത്. അത് സ്പെഷ്യൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ ടീ ഫാക്ടറീസ് പോലെയൊക്കെ ഉണ്ടാക്കി ടീ ഫാക്ടറീസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ക്യാൻ ബി ഓൺലി യൂസ് ഫോർ ദാറ്റ് സ്പെഷ്യൽ പർപ്പസ് ഓഫ് ടീ മാനുഫാക്ചറിങ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ആണെങ്കിൽ അത് സ്പെഷ്യൽ ടൈപ്പ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഫങ്ഷൻ ടൈപ്പ്, ജനറൽ ടൈപ്പ് ആൻഡ് സ്പെഷ്യൽ ടൈപ്പ്. സെക്കൻഡ് ഈസ് ഓൺ ദ ബേസ് ഓഫ് ദി ഓർഗനൈസേഷൻ സെറ്റപ്പ്. ഓർഗനൈസേഷൻ്റെ സെറ്റപ്പിനനുസരിച്ച് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഇസ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഗവൺമെൻറ് ആണ് മാക്സിമം ഓൺ ചെയ്യുന്നതെങ്കിൽ മെജോറിറ്റി ബൈ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെക്കൻഡ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ. കോപ്പറേറ്റീവ്സ് ആണ് കൊണ്ടുവരണമെങ്കിൽ ലൈക്ക് ഇൻ ദ UP മഹാരാഷ്ട്രയിലൊക്കെ നമ്മുടെ ഷുഗർ ഇൻഡസ്ട്രീസ് എല്ലാം വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആയിട്ടാണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറയും. ദെൻ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഇങ്ങനെ 4 രീതിയിലാണ് ഓൺ ദ ബേസ് ഓഫ് ദി ഓർഗനൈസേഷൻ സെറ്റപ്പ് വി ക്യാൻ ഡിവൈഡ്. ഫസ്റ്റ് ഇസ് ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, കോപ്പറേറ്റീവ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. 4 types. ആൻഡ് ദ ലാസ്റ്റ് വൺ ഓൺ ദ ബേസ് ഓഫ് അതർ വേരിയൻസ്. ബാക്കി കുറച്ച് വേഗ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ്. ഫസ്റ്റ് ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ ഒരു വലിയ ഇൻഡസ്ട്രിയുടെ ചുറ്റുപാടും സ്മോൾ സ്കെയിൽ യൂണിറ്റുകളായിട്ട് അവരുടെ പാർട്സ്, സ്പെയർ പാർട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസിലറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, അതിനെ ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറയാം. പിന്നെ ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. സോ സെയിം പ്രൊഡക്റ്റ് ആയിരിക്കാം, ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് മാനുഫാക്ചറിങ് ദ സെയിം പ്രൊഡക്ട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് കാറ്റഗറി. അപ്പം എക്സ്പാൻഷന് വേണ്ടി ഒരു ചെറിയ യൂണിറ്റായിട്ട് തുടങ്ങിയിട്ട് ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സുകൾ അതേ രീതിയിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ആ ചെറിയ യൂണിറ്റിനെ വലിയ യൂണിറ്റാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ളത് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് വർക്ക്ഷോപ്പ് ബേ. ദാറ്റ് ഈസ് മെയിൻലി ഫോർ ദ റിപ്പയർ വർക്ക്സ്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, റിപ്പയർ വർക്കിന് വേണ്ടിയിട്ടുള്ള ഫേം. അപ്പോൾ അങ്ങനെയുള്ളത്. അങ്ങനെ നമുക്ക് അത് ക്ലാസിഫിക്കേഷനായിട്ട് പറയുന്നതാണ് ആൻസിലറി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആൻഡ് വർക്ക്ഷോപ്പ് ബേ. So totally or broadly we can classify the industrial estate into 3 on the basis of the function, on the basis of organization setup and on the basis of some variance. And on the basis of the function we can classify it into general industrial estate and specific industrial estate. On the basis of organization sector, government, private, public and cooperative, and other variants ആയിട്ട് ancillary, then workshop bay and also functional. ഓക്കെ, സോ ഇത്രയും വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും വാട്ട് അവർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താ ഗുണങ്ങൾ തരുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ഫസ്റ്റ് അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ അവൈലബിലിറ്റി ഓഫ് സപ്പോർട്ട് ഫെസിലിറ്റീസ്. അതേപോലെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ചുറ്റുപാടും എല്ലാ അമനിറ്റീസും ഉണ്ടാവും. പക്ഷേ ബാങ്ക്സ്, പോസ്റ്റ് ഓഫീസുകൾ, അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ എക്കണോമീസ് ഓഫ് സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വെച്ചാൽ ബൾക്ക് പർച്ചേസിനാണെങ്കിലും സെയിൽസിനാണെങ്കിലും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എക്കോണമീസ് ഓഫ് അഗ്ലോമറേഷൻ. ദാറ്റ് ഇസ് അഗ്ലോമറേഷൻ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അപ്പോൾ എക്കണോമീസ് ഓഫ് അഗ്ലോമറേഷനും കാരണമാവുന്നുണ്ട് ദിസ് കൈൻഡ് ഓഫ് വാട്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ദെൻ ലോ ഇൻവെസ്റ്റ്മെൻറ്റ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മണി ഗവൺമെൻറ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുന്നത്. അപ്പോൾ ഓൺടർപ്രിനേഴ്സ് കുറച്ച് പൈസ മാത്രം ഇട്ടാൽ മതി. Thus they can save the time as well as the effort. And also mutual cooperation help ചെയ്യും. ഗവൺമെൻറ്റും ഇവരും കൂടി ചേർന്നല്ലേ. അപ്പം പല രീതിയിലുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ലൈക്ക് TQM, ISO സ്റ്റാൻഡേർഡ്സ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇൻ കേസ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ആൻഡ് ദർ ഇസ് ലെസ് റിസ്ക് ആൻഡ് ഓൾസോ ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇതൊക്കെയാണ് മേജർ ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതിൽ തന്നെ നമ്മൾ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതിൻ്റെ പർപ്പസ് പറഞ്ഞു, ആൻഡ് ഓൾസോ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഫോർ ഡിസ്കസ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. സ്പെഷ്യൽ എക്കണോമിക് സോൺ SEZ എന്ന് കേൾക്കാറുണ്ട്. These are those areas in which business and trade laws are different from the rest of the country. ബാക്കിയുള്ള ബിസിനസ് പോലെ അല്ലാതെ കുറച്ച് ട്രേഡ് ലോസിലാണെങ്കിലും ബിസിനസ് ലോസിലാണെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഒരു സോണായിരിക്കും. അവരുടെ തന്നെ ലോസ് ആൻഡ് റെഗുലേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ കുറച്ചുകൂടെ ലിബറലായിരിക്കും. ഒരു കൺട്രി തന്നെയായിരിക്കും സ്പെഷ്യൽ എക്കണോമിക് സോൺസ് മൊത്തം വർക്ക് ചെയ്യുന്നത്, പക്ഷേ കുറച്ചുകൂടെ ലിബറലായിട്ടുള്ള പോളിസീസ് ആയിരിക്കും. സോ ദിസ് ഇസ് ഡിഫൈൻഡ് ആസ് എ ജോഗ്രഫിക്കലി ലിമിറ്റഡ് ഏരിയ. ജോഗ്രഫിക്കലി ലിമിറ്റഡ് ആയിരിക്കും. യൂഷ്വലി ഫിസിക്കലി സെക്വേർഡ്, പുറത്തുനിന്നുള്ള ഒരു ട്രേഡ് ആക്ടിവിറ്റി അതിനുള്ളിൽ നടക്കത്തില്ല. സിംഗിൾ മാനേജ്മെൻറ്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും.
അതുപോലെ എലിജിബിലിറ്റി ഫോർ ദ ബെനിഫിറ്റ്സ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ ലൊക്കേഷൻ വിത്തിൻ ദ സോൺ. ആ സോൺ എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫെസിലിറ്റീസും ബെനിഫിറ്റ്സും ആയിരിക്കും കൂട്ടുന്നതും. അതുപോലെ സെപ്പറേറ്റ് കസ്റ്റം ഏരിയ ആൻഡ് സ്ട്രീം ലൈൻ പ്രൊസീജിയേഴ്സും ആയിരിക്കും. അവരുടെ സ്വന്തമായിട്ടുള്ള സ്ട്രീം ലൈൻ പ്രൊസീജിയേഴ്സാണ് അവർ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് കസ്റ്റംസ് ആണ്, അല്ലാതെ ബാക്കിയുള്ള ഏരിയാസ് പോലെ ആയിരിക്കില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ കൂട്ടാനുള്ള അല്ലെങ്കിൽ എക്സ്പോർട്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് ദിസ് SEZ പ്രൊവൈഡ്സ്. നെക്സ്റ്റ്, ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും. കുറച്ചുകൂടെ സുഖമായിട്ടായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്, ബാക്കിയുള്ളവരെ പോലെയുള്ള ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ അഡീഷണൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണെങ്കിലും ജനറേറ്റഡ് ആവും. ദെൻ എക്സ്പോർട്ട് ഓഫ് ഗുഡ് ആൻഡ് സർവീസസ് ഇസ് പ്രൊമോട്ടഡ്, എംപ്ലോയ്മെൻറ്റ് ഇസ് ജനറേറ്റഡ്, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഡെവലപ്ഡ് ആവുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ ട്രേഡ് പോലെ തന്നെ ഡൊമസ്റ്റിക് ട്രേഡിനും അവർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ക്ലിയറൻസസ് ഒക്കെ സുഖമായിരിക്കും. ഇപ്പോൾ ബാക്കിയുള്ള യൂണിറ്റുകൾ പോലെ അല്ല SEZ യൂണിറ്റ് എന്ന് പറഞ്ഞു, ബിക്കോസ് അവിടെ കുറച്ചുകൂടെ ലിബറലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസസ് മാത്രം മതി. നമുക്ക് പുറത്തൊരിടത്ത് ബിസിനസ് തുടങ്ങണമെങ്കിൽ പല ആൾക്കാരിൽ നിന്നാണ് ക്ലിയറൻസ് വാങ്ങുന്നത് ഗവൺമെൻറ്റിൻ്റെ. ഇവിടെ എന്നാൽ നമുക്ക് ഒറ്റൊരു ക്ലിയറൻസിലൂടെ അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസിലൂടെ എല്ലാം റെഡിയായി കിട്ടുകയും ചെയ്യും. ഇതാണ് സ്പെഷ്യാലിറ്റി ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ്. ഓക്കെ, ബട്ട് ദിസ് ഈസ് കൺട്രോൾഡ് ബൈ ദ 3-tier സെറ്റപ്പ്. പക്ഷേ ഇവിടെ ഒറ്റൊരു സിംഗിൾ വിൻഡോ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഓർഗനൈസേഷൻ സെറ്റപ്പ് അപ്പോൾ വ്യത്യാസമാണ്. അവർക്ക് 3 ടയർ സെറ്റപ്പാണ്, ഓർഗനൈസേഷൻ സെറ്റപ്പാണ് കാണുന്നത്. ഫസ്റ്റ് ഇസ് ബോർഡ് ഓഫ് അപ്രൂവൽ. പക്ഷേ ഏറ്റവും സുപ്രീം കൺട്രോളിംഗ് ബോഡി ഉണ്ടാവും, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലെ ബോർഡ് ഓഫ് അപ്രൂവൽ ഉണ്ടാവും. ദെൻ യൂണിറ്റ് അപ്രൂവൽ കമ്മിറ്റി ഉണ്ടാവും. ഓരോ യൂണിറ്റുകൾ അല്ലെങ്കിൽ അറ്റ് ഡിസ്ട്രിക്ട് ലെവലാണെങ്കിൽ ദിസ് കമ്മിറ്റി ടാക്കിൾസ് വിത്ത് SEZ ഡെവലപ്മെൻറ്റ് ആൻഡ് അതർ അസോസിയേറ്റഡ് ഇഷ്യൂസ്. SEZൻ്റെ ഡെവലപ്മെൻറ്റും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് യൂണിറ്റ് അപ്രൂവൽ കമ്മിറ്റി ആയിരിക്കും. ആൻഡ് മൂന്നാമത്തേതുള്ളത് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ആയിരിക്കും, അതും ഡിസ്ട്രിക്ട് ലെവലിലായിരിക്കും. അവരായിരിക്കും യൂണിറ്റ് അപ്രൂവൽ കമ്മിറ്റീനെ കൺട്രോൾ ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നതും. ഇങ്ങനെയുള്ള 3 ടയർ സെറ്റപ്പായിട്ടാണ് നമ്മുടെ SEZ വർക്ക് ചെയ്യുന്നത്. ദ ബോർഡ് ഓഫ് അപ്രൂവൽ, യൂണിറ്റ് അപ്രൂവൽ കമ്മിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ. Okay, so the third one is SEZ. SEZ is a special economic area, which is an area in which the business and trade laws are different from that of the rest of the country. And here they will be having, or they will be located within a country, but we will be having liberal export and import policies and other custom policies. They help in the development of trade mainly, and also in the domestic activity. And they work under 3-tier system like the board of approval, unit approval committee and development commissioner. നെക്സ്റ്റ് ഇസ് ടൈപ്പ് ഓഫ് SEZ. എന്തൊക്കെ ടൈപ്പ്? ഇപ്പം നമ്മളുടെ അത് 1 ഇതിന് മുമ്പ് പറഞ്ഞത് ഇതായിരുന്നു, നമ്മളുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിൻ്റെ ടൈപ്സ് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോൺസിനും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ടൈപ്സ് ഉണ്ട്. ദ ഫസ്റ്റ് വൺ ഇസ് ഫ്രീ ട്രേഡ് സോൺ. So these are geographical area where goods can be landed, stored, handled, manufactured and re-exported without customs duty. Customs dutyയേ ഇല്ല. വേറൊരു പ്രൊഡക്റ്റിനും കിട്ടാത്ത അല്ലെങ്കിൽ വേറൊരു ഇൻഡസ്ട്രിക്കും കിട്ടാത്തൊരു ഫെസിലിറ്റിയാണ് ഫ്രീ സോൺ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോണിൽ കസ്റ്റം ഡ്യൂട്ടി ഇല്ല. ദാറ്റ് ഇസ് 1 ടൈപ്പ് ഓഫ് SEZ. സെക്കൻഡ് ഇസ് എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ, EPZ എന്ന് പറയും. അവിടെ ഫ്രീ ട്രേഡ് സോൺ പോലെ തന്നെയാണ്, പക്ഷേ എക്സ്പോർട്ടിനും അതുപോലെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എക്സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഏരിയാസ് ആയിരിക്കും അങ്ങനത്തെ ഉള്ള സോൺ. പിന്നെ ഫ്രീ സോൺസ്, അവിടെ ആണെങ്കിൽ ഇമിഗ്രേഷൻ, വിസ, കസ്റ്റം, ടാക്സേഷൻ എല്ലാം റിലാക്സ്ഡ് ആയിരിക്കും. ഉണ്ടാകും പക്ഷെ കുറവായിരിക്കും. ഇമിഗ്രേഷൻ ചാർജും വിസ ചാർജും കസ്റ്റം ചാർജും ടാക്സേഷനും ഒക്കെ റിലാക്സ്ഡ് ആയിരിക്കും. ദെൻ ഇൻഡസ്ട്രിയൽ പാർക്സ് ഓർ എസ്റ്റേറ്റ്സ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് SEZ ആണ്. ദിസ് ഇൻക്ലൂഡ്സ് ദ ബിസിനസ് പാർക്ക് ഓർ ദ ഓഫീസ് പാർക്ക് വ ലൈറ്റർ ഇൻഡസ്ട്രീസ്. കുറച്ചുകൂടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ലൈറ്റർ ഇൻഡസ്ട്രീസ് ഉള്ള ഏരിയാസ് ആണ് ദിസ് ഇൻഡസ്ട്രിയൽ പാർക്ക്. ദെൻ the free ports will be relaxed. They will be having relaxed customs regulation and custom duties. അവരുടെ ട്രാൻസ്ഷിപ്മെൻറ്റ്, ഫ്രീ പോർട്സ് എന്ന് പറയുമ്പോൾ ഷിപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അപ്പോൾ അവിടെ എല്ലാം കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും പോളിസീസൊക്കെ. പിന്നെ അർബൻ എക്കണോമിക് സോൺ, എൻ്റർപ്രൈസ് സോൺസും. ദിസ് വിൽ ബി those areas free of free local, state and federal taxes and restriction. ലോക്കലും അതുപോലെ സ്റ്റേറ്റും ഫെഡറൽ ടാക്സസ് ഒക്കെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഫ്രീ ആയിരിക്കും, ഒന്നും ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് ദ ടൈപ്സ് ഓഫ് SEZ. ഫസ്റ്റ് ദ ഫ്രീ ട്രേഡ് സോൺ, എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺ, ഫ്രീ സോൺസ്, ഇൻഡസ്ട്രിയൽ പാർക്സ് ഓർ എസ്റ്റേറ്റ്, ഫ്രീ പോർട്സ് ആൻഡ് അർബൻ എൻ്റർപ്രൈസ് സോൺസ്.
ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലാൻഡ് ഗ്രാബിങ് വളരെ സുഖമായിരിക്കും. കുറച്ച് ലാൻഡിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ കുറച്ചുകൂടെ സുഖമായിരിക്കും. ലോ പ്രൈസസിൽ നമുക്ക് ലാൻഡ് കിട്ടും. ദെൻ ലോട്ട് ഓഫ് ടാക്സ് ഹോളിഡേയ്സ് ടു യൂണിറ്റ്സിൻ്റെ SEZ യൂണിറ്റുകൾക്കൊക്കെ ടാക്സ് ഹോളിഡേയ്സ് ഉണ്ട്. ടാക്സ് കുറവാണ്. Then 15-year tax holiday on export profit plowed back for investment. 15 ഇയറിലെ ഹോളിഡേ ടാക്സ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പ്ലോ ബാക്ക് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അലൗഡ് ടു ക്യാരി ഫോർവേഡ് ലോസസ് അലൗഡ് ആണ്. ദെൻ ലൈസൻസ് ആവശ്യമില്ല ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ദെൻ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട് ആൻഡ് ഡൊമസ്റ്റിക് പർച്ചേസ് നടത്തും. എക്സൈസ് ഡ്യൂട്ടി കുറവാണ്, അത് എക്സംപ്റ്റഡ് ആണ്. സെൻട്രൽ സെയിൽസ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. സർവീസ് ടാക്സ് എക്സംപ്റ്റഡ് ആണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി എക്സംപ്റ്റഡ് ആണ്. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റുകളാണ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ. കുറേ എക്സംഷൻസ് ഉണ്ട്. ടാക്സ് റിലേറ്റഡ് ടു സർവീസ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്, ദെൻ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി എക്സെട്ര. ലൈസൻസും ആവശ്യമില്ല ഇമ്പോർട്ട് ചെയ്യാൻ. ഇതൊക്കെയാണ് SEZൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി മേജർ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ദ സെറ്റപ്പ് ക്യാൻ ബി ഓഫ് പ്രൈവറ്റ്, പബ്ലിക് ഓർ ജോയിൻറ്റ് സെക്ടർ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. പബ്ലിക്കിൻ്റെ ആയിട്ടോ പ്രൈവറ്റ് ആയിട്ടോ ജോയിൻറ്റ് സെക്ടർ ആയിട്ടോ അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ആയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടാവാം. പിന്നെ എല്ലാ രീതിയിലുള്ള ടാക്സ് എക്സംഷൻസ് ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഫീച്ചറാണ് SEZൻ്റെ. ജോഗ്രഫിക്കൽ റിമാർക്ഡ് ഏരിയ ആയിരിക്കും അത് എപ്പോഴും, അല്ലെ? ഫിസിക്കൽ സെക്യൂരിറ്റി, വേറൊരു ഇൻഡസ്ട്രിക്ക് അതിനുള്ളിൽ വന്ന് ട്രേഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജോഗ്രഫി ഡിമാർക്ഡ് ആണ്, വേറെ ആർക്കും എൻട്രി ഇല്ലാണ്ട്. ദെൻ ലിബറൽ എക്കണോമിക് ലോസ് ഒന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ദേ വർക്ക് ആസ് പെർ ദ ആക്ട്, SEZ ആക്ട്, ദാറ്റ് ഇസ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ആക്ട് 2005. ആൻഡ് ദിസ് ഇസ് എ കീ റോൾ ഫോർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കുറച്ചുകൂടെ ഹെൽപ്പായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് SEZ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ്? പല രീതിയിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട്സാണ് പറഞ്ഞത്. ഫസ്റ്റ് പ്രധാനമന്ത്രി മുദ്ര യോജന പറഞ്ഞു. ദെൻ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ഗ്രീൻ ചാനൽ ക്ലിയറൻസ് ആൻഡ് ബ്രിഡ്ജ് ക്യാപിറ്റൽ. അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റുകളാണ്. ഒരു പുതിയ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഗ്രീൻ ചാനൽ ക്ലിയറൻസ് എന്താണ്, പല ക്ലിയറൻസ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ ഗ്രീൻ ചാനൽ എന്താ, പിന്നെ ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സോടെ നമ്മുടെ പോർഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.